ഇക്കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ നാം ആവർത്തിച്ചു കേട്ട വാക്കുകളാണിത്. ഡോക്ടർ ശന്തനു സെൻ, തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻ MP, മുൻ ദേശീയ വക്താവ്, പ്രശസ്തമായ ആർജിക്കർ കോളേജിലെ രോഗി കല്യാൺ സമിതി മുൻ അധ്യക്ഷൻ. എല്ലാ പദവികളും ഒഴിഞ്ഞ ഡോക്ടർ ശന്തനു പറയുന്നത് നമുക്ക് കേൾക്കാം. TMC വക്താവായിരിക്കെ സ്വന്തം മനസാക്ഷിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒട്ടനവധി ക്രമക്കേടുകളെയും അഴിമതികളെയും എനിക്ക് ന്യായീകരിക്കേണ്ടി വന്നു. എന്നാൽ 2026 മെയ് 4 ജനവിധിയിലൂടെ ജനങ്ങൾ ഞങ്ങളെ പൂർണ്ണമായി പുറന്തള്ളി. ഞങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഈ പാപക്കറയും ചുമന്ന് എനിക്ക് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് എൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ ഞാൻ ദേശീയ വക്താവ് സ്ഥാനം രാജിവെച്ചു. പാർട്ടി ബന്ധവും ഉപേക്ഷിക്കുന്നു. രാജിക്കത്ത് മമതാ ബാനർജിക്ക് നൽകി കഴിഞ്ഞു. That's why I have tendered my resignation to the national chairperson and former chief minister of state of West Bengal. 15 വർഷം പാർട്ടിയുടെ ദേശീയ വക്താവായി തൃണമൂൽ കോൺഗ്രസിനെയും മമത അഭിഷേക് ബാനർജിമാരെയും പ്രതിരോധിച്ചു തുടർന്ന ഡോക്ടർ ശന്തനു സെന്നിൻ്റെ ദയനീയമായ കുറ്റസമ്മതം. അധികാരത്തിൻ്റെ ചെങ്കോലേന്തി അഹങ്കാരത്തിൻ്റെ കൊട്ടാരത്തിലിരുന്ന് സത്യത്തെ മൂടിവയ്ക്കാൻ ശ്രമിച്ച ബംഗാൾ ഭരണകൂടത്തിൻ്റെ നെടുംതൂണുകൾ ഒന്നൊന്നായി തകർന്നു വീഴുകയാണ്. പ്രജൂദത്തേക്ക് പിന്നാലെ മുൻ MP ശാന്തനു സെന്നും MP ഡോക്ടർ കക്കോലി ഘോഷും പാർട്ടിയുടെ ദേശീയ വക്താവ് സ്ഥാനം വെച്ചൊഴിഞ്ഞു എന്നതായിരുന്നു ദേശീയ മാധ്യമങ്ങളുടെ തലവാചകം. അധികാരത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് സത്യത്തെ അടിച്ചമർത്തുകയും കുറ്റവാളികളെ ചേർത്തുപിടിക്കുകയും ചെയ്ത മാഫിയ ഭരണത്തിൻ്റെ നെടുംതൂണുകൾ ഒന്നൊന്നായി തകർന്നു വീണപ്പോൾ പദവികളെല്ലാം വെച്ചൊഴിഞ്ഞ ഡോക്ടർ ശന്തനു സെൻ രാജിപ്രഖ്യാപനത്തിൽ തുറന്നു പറഞ്ഞ ഏറ്റവും ക്രൂരമായ പെൺവേട്ടയുടെ ഇരയായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിലെ കൂട്ടൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടർ പെൺകുട്ടി. അധികാരമാറ്റത്തിൻ്റെ ആരവങ്ങൾക്കും മമത അഭിഷേക് കല്യാൺ ബാനർജിമാർക്കേറ്റ കനത്ത പ്രഹരങ്ങൾക്കുമിടയിൽ ഭാരത മനഃസാക്ഷിയെ പിടിച്ചുലച്ച കൊൽക്കത്തയിലെ തെരുവുകളിൽ രോക്ഷാഗ്നി പുണർത്തിയ ആ കറുത്ത രാത്രിയുടെ ഉള്ളറക്കഥകൾ വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടാതെ പോയി. ഇത് കേവലമൊരു ഒറ്റപ്പെട്ട കുറ്റകൃത്യമല്ല, മറിച്ച് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബംഗാൾ മണ്ണിൽ തുടരുന്ന സ്ത്രീകൾക്കെതിരായ ക്രൂരമായ അതിക്രമങ്ങളുടെയും ഭരണകൂടം മൂടിവയ്ക്കാൻ ശ്രമിച്ച അനാസ്ഥകളുടെയും ഏറ്റവും ഭീകരമായ മകുടോദാഹരണമാണ്. നീതിക്കു വേണ്ടി തെരുവിലിറങ്ങിയ ഒരു ജനതയുടെ കണ്ണീരും ചോരയും കലർന്ന പോരാട്ടത്തിൻ്റെ നേർക്കാഴ്ച. ഓഗസ്റ്റ് 9 രാജ്യം ഒരിക്കലും മറക്കാത്ത ആ കറുത്ത പുലരിയിലാണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ 31-കാരിയായ ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറുടെ ജീവനറ്റ ശരീരം കണ്ടെത്തുന്നത്. 36 മണിക്കൂർ നീണ്ട കഠിനമായ ഡ്യൂട്ടിക്കൊടുവിൽ ഒന്ന് വിശ്രമിക്കാൻ കയറിയ ആ പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയായി. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ ഭരണകൂട സംവിധാനങ്ങളുടെ സുരക്ഷാ വീഴ്ചയെ വിരൽ ചൂണ്ടി പരിഹസിക്കുന്നതായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ പോലും നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരല്ലെന്ന ഭീതിജനകമായ യാഥാർത്ഥ്യം അതോടെ രാജ്യം തിരിച്ചറിഞ്ഞു. എന്നാൽ ഇതിനേക്കാൾ ക്രൂരമായിരുന്നു അതിനുശേഷം നടന്ന ഭരണകൂടത്തിൻ്റെ കുതന്ത്രങ്ങൾ. സത്യം പുറം ലോകം അറിയാതിരിക്കാൻ തുടക്കം മുതലേ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നു. ക്രൂരമായ കൊലപാതകത്തെ ആദ്യം ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിച്ചത്. മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാതെ മണിക്കൂറുകളോളം മാറ്റി നിർത്തി. പ്രതിഷേധിച്ച ജൂനിയർ ഡോക്ടർമാരെ ഭയപ്പെടുത്താനും മാധ്യമങ്ങളുടെ വായടപ്പിക്കാനും ഭരണകൂട സംവിധാനങ്ങൾ ആവത് ശ്രമിച്ചു. കുറ്റകൃത്യം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ ഗൂഢാലോചന നടത്തി. ഒടുവിൽ ജനരോഷം ഭയന്ന് കൊലപാതകമെന്ന് സമ്മതിക്കേണ്ടി വന്നപ്പോഴും
കേസ് അട്ടിമറിക്കാൻ ഉന്നത തലങ്ങളിൽ ഗൂഢാലോചന നടന്നു. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മാത്രം കോളേജിലെ സെമിനാർ ഹാളിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നവീകരണത്തിൻ്റെ പേരിൽ പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ അധികൃതർ ഉത്തരവിട്ടു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സഞ്ജയ് റോയ് എന്ന സിവിക് വോളണ്ടിയറെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഇതിനു പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ടെന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. ഗുരുതരമായ വീഴ്ച വരുത്തിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. പ്രതിഷേധം ഭയന്ന് അയാൾ രാജിവെച്ചപ്പോൾ മണിക്കൂറുകൾക്കകം മറ്റൊരു മികച്ച പദവി നൽകി അയാളെ സർക്കാർ ആദരിച്ചു. ഈ രാഷ്ട്രീയ സംരക്ഷണം ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കേസ് CBIക്ക് വിടാതിരിക്കാൻ കോടതിയിൽ പോലും സർക്കാർ കടുത്ത വാദങ്ങൾ ഉന്നയിച്ചു. നിയമവ്യവസ്ഥയെപ്പോലും വെല്ലുവിളിക്കുന്നതായിരുന്നു ആ നീക്കങ്ങൾ. പക്ഷേ അധികാരികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബംഗാൾ ഒന്നാകെ തെരുവിലിറങ്ങി. അമർഷം അണപൊട്ടിയൊഴുകി. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പ്രതിഷേധവുമായി അർദ്ധരാത്രിയിൽ കൊൽക്കത്തയിലെ തെരുവുകൾ കൈയടക്കി. ഡോക്ടർമാർ ആശുപത്രി മുറികളിൽ നിന്നും, ജനങ്ങൾ വീടുകളിൽ നിന്നും തെരുവുകളിലേക്കിറങ്ങി. പെൺമക്കളുടെ സുരക്ഷയ്ക്കായി രാജ്യം ഒന്നടങ്കം ശബ്ദമുയർത്തി. കൊൽക്കത്തയുടെ തെരുവുകൾ പ്രതിഷേധാഗ്നിയിൽ ജ്വലിച്ചു. ജൂനിയർ ഡോക്ടർമാർ അനിശ്ചിതകാല സമരവുമായി ആശുപത്രികൾ ബഹിഷ്കരിച്ചു. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പ്രതിഷേധം തകർക്കാൻ ഭരണകൂട പിന്തുണയോടെ ഗുണ്ടകൾ RG-കാർ ആശുപത്രി ആക്രമിച്ചപ്പോൾ അതിനെല്ലാം ജനശക്തി പ്രതിരോധിച്ചു. ബംഗാൾ കണ്ട സമാനതകളില്ലാത്ത ജനകീയ പ്രക്ഷോഭമായി ഇത് മാറി. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്ന പശ്ചാത്തലത്തിൽ അന്നത്തെ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തി. RG-കാർ ആശുപത്രിയും ഇരയായ പെൺകുട്ടിയുടെ വീടും സത്യാഗ്രഹ പന്തലും നേരിട്ട് സന്ദർശിച്ച അദ്ദേഹം ഇതൊരു ലജ്ജാകരമായ സംഭവമാണെന്ന് വിശേഷിപ്പിക്കുകയും പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അദ്ദേഹം സ്ഥിതിഗതികൾ വിശദീകരിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകി. സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ സുപ്രീം കോടതി പോലും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതോടെ കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBIക്ക് കൈമാറി. ആശുപത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ CISF സൈന്യത്തെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഇതോടെ മമതാ സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞു വീണു. എന്നിട്ടും മകളുടെ ജീവനറ്റ ശരീരം കണ്ട് നെഞ്ചുപൊട്ടിക്കരയുന്ന ആ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ഭരണകൂടത്തിൻ്റെ ദല്ലാളന്മാർ എറിഞ്ഞുകൊടുത്തത് പണക്കിഴികളായിരുന്നു. കേസ് ഒതുക്കി തീർക്കാൻ ആ പെൺകുട്ടിയുടെ ചോരയ്ക്ക് വിലയിടാൻ കൊൽക്കത്ത പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി. ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ആ കുടുംബത്തിൻ്റെ വായ് മൂടിക്കെട്ടാൻ നോക്കി. എൻ്റെ മകളുടെ ചോര വിറ്റ് എനിക്ക് പണം വേണ്ട എന്ന് ആ പിതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ തോറ്റത് ഭരണകൂടത്തിൻ്റെ കുടില തന്ത്രങ്ങളായിരുന്നു. പണം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന TMC നേതാക്കളുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ആ കുടുംബത്തിൻ്റെ ആത്മാഭിമാനം. പണം കണ്ടു വഴങ്ങില്ലെന്ന് ബോധ്യമായതോടെ ഭരണകൂടം തങ്ങളുടെ യഥാർത്ഥ ഭാവം പുറത്തെടുത്തു. പിന്നെ ആ കുടുംബത്തിന് നേരെ ഉണ്ടായത് ക്രൂരമായ ഭീഷണികളായിരുന്നു. ചോദ്യം ചെയ്യാനെന്ന പേരിൽ പോലീസും TMC ഗുണ്ടകളും അവരെ മാനസികമായി പീഡിപ്പിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും പൊതുസമൂഹത്തെ കാണുന്നതിൽ നിന്നും അവരെ തടയാൻ വീടിന് ചുറ്റും പോലീസിനെയും ഗുണ്ടകളെയും കാവൽ നിർത്തി സ്വന്തം വീട്ടിൽ തടവിലാക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ ആ കുടുംബം ഭയന്ന് പിന്മാറിയില്ല. നീതിക്ക് വേണ്ടി അവർ ഉറച്ചു നിന്നു. ഇരയുടെ കുടുംബത്തെ മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് ഇതിനെതിരെ ശബ്ദമുയർത്തിയ ഡോക്ടർ സന്തനു സെന്നിനെയും കുടുംബത്തെയും ഈ മാഫിയ വെറുതെ വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ
അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കായികമായി ആക്രമിച്ചു. അതിക്രൂരമായ വേട്ടയാടലിൽ നടന്നത് ആർജിക്കറിലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അദ്ദേഹത്തിൻ്റെ ഏക മകൾക്കു നേരെയായിരുന്നു. ആ അനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. ഡോക്ടർ എസ് പി ദാസിന്റെ നേതൃത്വത്തിലുള്ള നോർത്ത് ബംഗാൾ ലോബിയും ആർജിക്കാർ കോളേജ് കേസിലെ പ്രധാന കുറ്റവാളിയായ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും ചേർന്ന് നടത്തിയ അഴിമതികളുടെ രേഖകൾ ഞാൻ ഉന്നതാധികാരികൾക്ക് നൽകിയപ്പോൾ എന്നെ പദവികളിൽ നിന്ന് മാറ്റി. സർക്കാർ അവരെ സംരക്ഷിച്ചു. അതിനെതിരെ സംസാരിച്ച് എൻ്റെ മെഡിക്കൽ രജിസ്ട്രേഷൻ അവർ റദ്ദാക്കി. കൗൺസിലറായ എൻ്റെ ഭാര്യയെ കായികമായി ആക്രമിച്ചു. എൻ്റെ മകളുടെ പഠന ജീവിതം നരകതുല്യമാക്കി. പല വിഷയങ്ങളിലും ഓണേഴ്സ് നേടിയ കുട്ടിയായിരുന്നു അവർ. സന്ദീപ് ഘോഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ ഭീഷണിപ്പെടുത്തി എൻ്റെ മകളെ പരീക്ഷയിൽ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു. ഇനിയും മുന്നോട്ട് പോയാൽ എൻ്റെ മകൾ എങ്ങനെ ഡോക്ടറാകുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാമോ എന്ന് അവർ എന്നെ ഭീഷണിപ്പെടുത്തി. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ ഭയന്നുപോയി. MBBS പാസ്സായാലും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒപ്പില്ലെങ്കിൽ അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് മകളുടെ ഭാവി ഓർത്ത് എനിക്കെന്ന് നിശബ്ദനാകേണ്ടി വന്നത്. അനൗദ്യോഗികമായി ഈ അഴിമതി മാഫിയയാണ് ബംഗാളിലെ യഥാർത്ഥ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. 1990 മുതൽ ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധമുള്ള ശാന്തനു സെൻ ഇതിനു പിന്നിൽ കേവലം ഒരു സിവിക് വോളണ്ടിയർ മാത്രമല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. വലിയൊരു അഴിമതി മാഫിയ ശൃംഖല, വലിയൊരു നെക്സസ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ആശുപത്രിക്ക് നേരെ നടന്ന ഗുണ്ട ആക്രമണം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒത്താശയോടെ ബോധപൂർവം ചെയ്തതാണെന്നും അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. തോക്കുകൾക്കും ലാത്തികൾക്കും അധികാരഗർവിനും ജനരോഷത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. കനൽ ഒരു തരി മതിയായിരുന്നു ആ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ കത്തിച്ചാമ്പലാക്കാൻ. നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾ തങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു. BJP ആ പെൺകുട്ടിയുടെ അമ്മ രത്നദേബ് നാഥിനെ ജനമനസാക്ഷിക്ക് മുന്നിലെത്തിച്ചു. പ്രസംഗങ്ങളോ കോലാഹലങ്ങളോ ഇല്ലാതെ അവർ നിശബ്ദയായി വീടുകൾ കയറിയിറങ്ങി. തൃണമൂൽ കോട്ടയിൽ ജനം അവരെ വൻ ഭൂരിപക്ഷത്തോടെ ചേർത്തു പിടിച്ചു. അത് ഭരണകൂടത്തിൻ്റെ ക്രൂരതകൾക്കെതിരെ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരമായിരുന്നു. മെയ് 4 കരിനിഴലുകൾ നീങ്ങി ബംഗാളിൻ്റെ ആകാശത്ത് പുതിയൊരു പുലരി പിറന്നു. അനീതിക്കെതിരെ ജനങ്ങൾ തങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം പ്രയോഗിച്ചു: ജനവിധി. പുതിയ സർക്കാർ അധികാരമേറ്റു. ജനം കാത്തിരുന്ന ആ പ്രഖ്യാപനം വരാൻ അധിക സമയം വേണ്ടി വന്നില്ല. കുറ്റവാളികൾക്ക് ചുറ്റും മുൻ ഭരണകൂടം തീർത്ത സംരക്ഷണ കവചങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണു. കേസ് തേച്ചുമായ്ക്കാൻ കൂട്ടുനിന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പുതിയ സർക്കാർ ആദ്യ പ്രഹരമേൽപ്പിച്ചു. മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ, ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിര മുഖർജി, താല പോലീസ് സ്റ്റേഷൻ OC അഭിജിത്ത് മണ്ഡൽ എന്നിവരെ സർവീസിൽ നിന്നും ഉടനടി സർക്കാർ സസ്പെൻഡ് ചെയ്തു. അത് കേവലം ഒരു സസ്പെൻഷൻ മാത്രമായിരുന്നില്ല. അധികാരത്തിൻ്റെ തണലിൽ ഒളിച്ചിരുന്ന വേട്ടക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന ശക്തമായ പ്രഖ്യാപനമായിരുന്നു. കേസിൽ സമഗ്രമായ പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. മൂടിവെക്കപ്പെട്ട തെളിവുകളും മായ്ച്ചുകളഞ്ഞ രേഖകളും പുതിയ അന്വേഷണ സംഘം വീണ്ടെടുക്കാൻ തുടങ്ങി. നീതി നടപ്പാക്കാൻ വൈകിയേക്കാം, എന്നാൽ അത് നിഷേധിക്കപ്പെടില്ലെന്ന് ഈ മാറ്റം തെളിയിക്കുന്നു. അധികാരത്തിൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ പോരാട്ടത്തിൻ്റെ വിജയമാണിത്. ഇനിയൊരു മകൾക്കും ഈ ഗതി വരാതിരിക്കാൻ, ആ പെൺകുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ബംഗാൾ ഇപ്പോൾ നീതിയുടെ പാതയിലാണ്. പുതിയതായി അധികാരമേറ്റ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അഴിമതി ഫയലുകൾ ഒന്നൊന്നായി തുറന്നു തുടങ്ങിയതോടെ വേട്ടക്കാരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ബംഗാളിൽ കാണുന്നത് കേവലം ഒരു സർക്കാരിൻ്റെ പതനമല്ല, ദശകങ്ങളായി ബംഗാളിനെ ഭയത്തിൻ്റെ നിഴലിൽ നിർത്തിയ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ തന്നെ പൂർണ്ണമായ
തകർച്ചയാണ്. ബംഗാൾ മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ മന്ത്രി ശ്രീമതി അഗ്നിമിത്ര പോൾ പറയുന്നു, ആർജിക്കാറിലെ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ അവർ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ജനമനസ്സുകളിലെ തെളിവുകൾ നശിപ്പിക്കാൻ അവർക്കായില്ല. കോടതി മുറികളിലും തെരുവുകളിലും ജനം നയിച്ച ആ പോരാട്ടം ഒരിക്കലും വെറുതെയാവില്ല. ആ മകൾക്ക് പൂർണ്ണ നീതി ലഭിക്കുന്നതുവരെ ബംഗാളിൻ്റെ മണ്ണിൽ ഈ വിപ്ലവത്തിൻ്റെ തീ അണയില്ല.